തിരുവല്ലയിലെ പുഷ്പഗിരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ളാറ്റിൽ നിന്ന് തിരുവല്ല അഗ്നിരക്ഷാ യൂണിറ്റിലേക്ക് ഫോൺ കോൾ എത്തി. ഈ സമയം 602 നമ്പർ ഫ്ളാറ്റിൽ നിന്ന് 2 കുട്ടികൾ മുറി തുറക്കാനാകാതെ അലറി കരയുന്നുണ്ടായിരുന്നു. കളിക്കുന്നതിനിടെയാണ് കുട്ടികളിലൊരാൾ മുറി അകത്തുനിന്ന് അബദ്ധവശാൽ പൂട്ടിയത്. പിന്നീട് അത് തുറക്കാൻ കഴിയാത്തത് വലിയ പ്രതിസന്ധിയായി. സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന നിമിഷങ്ങൾക്കുള്ളിൽ വാതിലിന്റെ പൂട്ട് പൊളിച്ച് കുട്ടികളെ പുറത്തെത്തിച്ചു. താഴത്തെ ലോക്ക് ഒന്നിൽ പ്ലാസ്റ്റിക് ആക്കുക, അല്ലെങ്കിൽ ആ ലോക്കിന്റെ ഇതെടുത്തൊന്ന് മാറ്റാം. ഇങ്ങനത്തെ ലോക്ക് മാത്രമേ വീടിനകത്തല്ലേ. ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളും പറഞ്ഞുകൊടുത്ത് കുട്ടികൾ ആശങ്കയകന്ന് മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തുന്നതും കണ്ടാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. രാഹുൽ ജി നാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, നമ്മൾ ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവർ ഈ രക്ഷാപ്രവർത്തനം മാത്രമല്ല, അതിനപ്പുറം ഈ കുട്ടികളെയൊക്കെ സമാധാനിപ്പിക്കാൻ കൂടി വലിയൊരു ശ്രമം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട് അല്ലേ? ഈ ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തമാകുന്നുണ്ട്. 2 ചെറിയ മക്കളാണ്, അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയും അവർ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഒന്നുകൂടി ആവർത്തിക്കുന്നു. നമുക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം തന്നെയാണ് അല്ലേ ഈ ഒരു സേന? ഈ വാർത്തയിലേക്ക് കടക്കുമ്പോഴും മനസ്സ് തൊട്ട് മുൻപ് വയനാട്ടിൽ നിന്ന് വന്ന വാർത്തയിൽ തന്നെയാണ്. കാരണം ഒരുപക്ഷെ റിട്ടയർമെൻറ്റിൻ്റെ അവസാന നിമിഷം പോലും നമ്മൾ കർമ്മനിരതരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്, അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ജീവിതത്തിൽ കൂടെ സംഭവിക്കുകയാണ്. അതായത് റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ഉള്ളപ്പോഴും ജോലി കഴിഞ്ഞു മതി, വിരമിക്കലിൻ്റെ ഔദ്യോഗിക ചടങ്ങെന്നൊക്കെ തീരുമാനിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് ആ ജോലിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. അതങ്ങനെ തന്നെ ആകും എന്നുള്ളതാണ്. ഒരുപക്ഷെ റിട്ടയർമെൻറ്റിന് ശേഷവും ഇത്തരത്തിലുള്ള ആളുകളെ സഹായത്തിനായി ഓരോരുത്തരും വിളിക്കും, അവർ മനസ്സിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ തിരുവല്ലയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഈ ഡോറിനകത്തേക്ക് പോവുകയാണ്. അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ആശങ്കയാണ്. അവരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടമാണ്. അവർ അതിനെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ തുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് മുറിവുകൾ ഉണ്ടാകുമ്പോൾ ആശങ്കയുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വീട്ടിലെ മുറിയാണെങ്കിൽ പോലും അവിടെയാണ് ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ എത്തുന്നത്. അവർ നിമിഷ നേരം കൊണ്ട് കുട്ടികളെ പുറത്തേക്ക് എടുക്കുന്നതാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ഈ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യം, ഒരു പ്രതിസന്ധി ഇങ്ങനെ ഉണ്ടായാൽ അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുമ്പോഴും മനസ്സിന് ഏതെങ്കിലും അറ്റത്ത് കാണും ഏറ്റവും ഒടുവിലത്തെ പരിഹാരമായി നമുക്ക് വിളിക്കാൻ ഒരു കൂട്ടരുണ്ട്. അവർ സദാ കർമ്മനിരതരായി നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നമുക്ക് അപകടത്തിൽപ്പെട്ടാലും രക്ഷപ്പെടാമല്ലോ എന്നൊക്കെയുള്ള ചിന്ത വരുന്നത്. ആ ചിന്തയുടെ ഭാഗമായി തന്നെയാണ് ഈ വാർത്ത കൊടുക്കുന്ന, വാർത്ത വായിക്കുന്ന, വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന നമ്മളൊക്കെ ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടാകുന്ന മാനസികമായൊരു ഒരു മനോബലം അല്ലെങ്കിൽ ആ ആത്മവിശ്വാസം തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഉള്ളിലുണ്ടാകുന്നൊരു വികാരം അത് തന്നെയാണ്. അങ്ങനെയാണ്. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദമ്പതികളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുന്നു. ഓമല്ലൂർ 2 പേർ കിണറ്റിൽ അകപ്പെട്ടപ്പോൾ അവരെ രക്ഷപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. ഒപ്പം ഒരു കുഞ്ഞു പൂച്ചയുടെ ജീവൻ എത്രമാത്രം ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കളക്ടറിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇവിടെ എന്താ കാണുന്നത്, 2 കുട്ടികൾ ആശങ്കയുടെ കരച്ചിലിനൊക്കെ അപ്പുറത്തേക്ക് അവരും ഇനി ജീവിതകാലത്തിൽ ചിലപ്പോൾ ഫയർഫോഴ്സ് ആകണമെന്ന് ആഗ്രഹിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ അഗ്നിരക്ഷാ സേനയുമായി ബന്ധപ്പെട്ട അവരുടെ കഥകൾ, മനോഹരമായ കഥകൾ, അത് നമ്മൾ മുന്നോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആളുകൾ അപകടത്തിൽപ്പെടാതിരിക്കട്ടെ, അപകടത്തിൽപ്പെട്ടു പോയാലും രക്ഷപ്പെടുത്താൻ രക്ഷാകാരങ്ങൾ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഓരോ വാർത്ത ഓടിയെത്തുമെന്നൊരു വിശ്വാസം നമുക്കിപ്പോൾ ഉണ്ടല്ലേ. എന്തായാലും ഇങ്ങനെ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്.